INCCയുടെ പ്രസിഡന്റ് ശ്രീ ഷറഫുദ്ദീൻ നമുക്കൊപ്പം ചേരുന്നു. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് താങ്കൾ നിൽക്കുന്നതെന്ന് അറിയാം. അപ്പോഴും നാട്ടിലുള്ളവർ വലിയ ആശങ്കയിലാണല്ലോ. എത്ര പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്, എത്ര പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്? ഇത് സംബന്ധിച്ച് കുവൈറ്റിൽ നിന്ന് സ്ഥിരീകരിക്കാവുന്നത് എന്താണ്? അതെ, ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ല, മുൻ പ്രസിഡന്റാണ് ഷറഫുദ്ദീൻ കന്നത്ത്. ഓക്കെ, ഞാനിപ്പോ പോലീസ് ഓഫീസറുമായിട്ട് ഇവിടുത്തെ ഏരിയ കമാൻഡർ ഉണ്ട്, അദ്ദേഹവുമായിട്ടുള്ള ഡിസ്കഷൻ ഇൻവെസ്റ്റിഗേഷനിലായിരുന്നു അവര്. അപ്പൊ അവർ ഒന്നിച്ച് സഹകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവര് ഇവിടെ ഇപ്പൊ 49 പേരാണ് ഒഫീഷ്യലി സ്ഥിരീകരിച്ചിട്ടുള്ളത് മരണപ്പെട്ടത്. ഇനിയും ബോഡികൾ ഇവിടുന്ന് എടുക്കാനുണ്ട്. ഒന്ന് രണ്ട് ഇപ്പൊ ലാസ്റ്റ് ബോഡി ഇപ്പൊ എടുത്തു. ഇനി ഒന്നുകൂടി റിസർച്ച് നടത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞ് അവർ ഉള്ളിലേക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനിയും വളരെ ദാരുണമായിട്ടുള്ള ഒരു രംഗമാണ് ഇവിടെ. ജീവിതത്തിൽ കുവൈത്തിൽ വന്ന് 30 ഇയേഴ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ കുടുംബങ്ങൾ ഇപ്പോഴും ആളുകളെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ഷറഫുദ്ദീൻ, നമ്മൾ ഈ കൊല്ലം സ്വദേശി ഒരാള്, ഓയൂർ സ്വദേശി മരിച്ചു എന്ന് നമ്മൾക്ക് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ, അല്ലെ? അതിനപ്പുറത്തേക്ക് കൂടുതൽ മറ്റ് പേരുകൾ എന്തെങ്കിലും അറിയാറായിട്ടുണ്ടോ? അതിന്റെ ഒരുപാട് പേരുകളുണ്ട്. പക്ഷെ ആ ലിസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ അവരുടെ സിവിൽ ഐ ഡി, ഇവിടുത്തെ സിവിൽ ഐ ഡി നോക്കിയിട്ടേ അത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം 196 പേരാണ് ഇതിൽ താമസം ഉണ്ടായിരുന്നത്. ഒരു ഫ്ളാറ്റിൽ 3 വെച്ചിട്ടുള്ള രീതിയിലേക്കാണ് താമസം. 67 പേര് സേഫായിട്ട് മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്, മറ്റൊരു ഷിഫ്റ്റിലായതുകൊണ്ട്. ഇപ്പം അതാണ് ഇപ്പൊ പോലീസ് ഓഫീസേഴ്സും പറഞ്ഞത്. ഇതിന്റെ ബിൽഡിങ്ങിന്റെ താഴ്ഭാഗം ശരിക്കും അടഞ്ഞു കിടന്നതുകൊണ്ടാണ് കൂടുതൽ മേലോട്ട് ഇത് പോയി കിടന്നത്. അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഇത്രയും മുകളിലേക്ക് തീ പടരില്ലായിരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഇപ്പോ. എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ സ്ഥിരീകരിക്കാറായിട്ടില്ല ആരൊക്കെ മരിച്ചു, ആരെല്ലാം അപകടത്തിൽ നിന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ല എന്ന് മനസ്സിലായി. അതിന്റെ കൃത്യമായുള്ള ലിസ്റ്റ് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ്, ഇന്റീരിയർ മിനിസ്റ്റർ അടക്കമുള്ള എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നത് വളരെ സജീവമായിട്ട്. വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാര് രാവിലെ മുതൽ ഈ കടും ചൂടിൽ എല്ലാവരും ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ആംബുലൻസിന്റെ ഹെഡ്, ഫയർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഇവിടുത്തെ ഇന്റീരിയർ മിനിസ്ട്രിയുടെ ഗവൺമെന്റ് ക്രൈം ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, അവരൊക്കെ ഇവിടെ തമ്പടിച്ചിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ നമ്മളാരും ഇടപെടേണ്ട, അകത്തേക്ക് കയറേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ. മാത്രവുമല്ല, നമ്മൾ ആരും ഒരിക്കലും കയറരുത് എന്നൊരു വാണിംഗ് കൂടി അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മലയാളികളെ പ്രത്യേകിച്ച് അറിയിക്കാൻ. കാരണം കൂടുതൽ മലയാളികളാണ് താമസിക്കുന്നത്. അവരുടെയൊക്കെ ബിലോങ്ങിങ്സ് അത് പലതും അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിഡന്റ് പറ്റിയവരും ഇനി മരണപ്പെട്ടവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ആരും തന്നെ ബിൽഡിങ്ങിലേക്ക് കയറരുത് എന്ന് ഒരു പ്രത്യേകം അറിയിച്ചിട്ടുമുണ്ട്. കാരണം അവിടെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അത് ഇനി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഫയർ ആൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവരാണ് ഇതിന്റെ ഡയഗ്നോസ് ചെയ്ത് പുറത്ത് പറയേണ്ടത്. ഈ വിഷയം എന്താണ് സംഭവിച്ചത്, ഇതിന്റെ കാരണം എന്താണെന്നുള്ളത്. ആ ഒരു അവസ്ഥയിലാണ് ശ്രീ ഷറഫുദ്ദീൻ. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വരുന്ന കണക്കുകൾ എന്ന് പറയുന്നത് വലിയ ആശങ്കയുള്ള 25ഓളം മലയാളികൾ എന്നുള്ള കണക്കുകളൊക്കെ വരുന്നു. പലരും പേരുകളൊക്കെ പുറത്തുവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് അത് ഉൾക്കൊള്ളാനാവാത്ത തരത്തിലുള്ള ഒരു ദുരന്ത വാർത്തയാണ്. ആ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ടോ? അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അവരുടെ പേര് അറിയിക്കാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ പലരും അവരുടെ സഹോദരങ്ങളും കുടുംബങ്ങളും വിളിച്ച് കരയുകയാണ്. സത്യത്തിൽ നമുക്ക് കൂടി ഒരു കരച്ചിൽ വരുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു രംഗങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എനിക്കത് അത്രയും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രംഗമാണ്. കാരണം നമ്മുടെ ആളുകൾ ഈ ചൂടത്ത് ഇങ്ങനെ ചുട്ട് വെന്തെരിയുന്ന ഒരു അവസ്ഥ കാണാന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ദുരന്ത അവസ്ഥയിലാണ്. ഇതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സത്യത്തിൽ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അറബിയിലോട് കുറച്ച് സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട് പോലീസ് ഓഫീസേഴ്സിന് ഇതിൽ കൂടെ സഹകരിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ടാണ് വൈകിട്ട് പിന്നീട് പ്രതികരിക്കുക. കാരണം എന്താ, അവര് എന്നെ വിളിച്ചു. സിറ്റുവേഷൻ മനസ്സിലാകുന്നുണ്ട് ശ്രീ ഷറഫുദ്ദീൻ. എങ്കിലും എനിക്കത് മനസ്സിലായി. ഒറ്റ ഒരു കാര്യം കൂടി, എത്ര പേരാണ് ഇതുവരെ മരിച്ചത് എന്നെങ്കിലും കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അത്രയും ഒരു ഡീറ്റെയിൽസ് തരാൻ പറ്റും? ഇപ്പൊ എന്റെ അടുത്തുള്ള ബ്രിഗേഡിയർ ജനറൽ, ഞാനിപ്പോയിട്ട് ഇൻവെസ്റ്റിഗേഷനിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളി പറഞ്ഞ 49 ആണ്. പുള്ളിന്റെ ബർക്ക അൽ ജസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ ബർക്ക അൽ ജസാർ അബു അലി, അദ്ദേഹമാണ് ഇവിടുത്തെ ഈ ഏരിയ കമാൻഡർ. ഈ ആക്സിഡന്റ് പറ്റിയ ഏരിയ കമാൻഡർ. അദ്ദേഹം ഞാൻ പരിചയമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് സംഭവം. ഒരുപാട് കണ്ടോളൻസ് ഒക്കെ നമ്മളോട് പറഞ്ഞു. അയാൾക്ക് തന്നെ മനസ്സിലായി, നമ്മുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. വളരെ നല്ലൊരു സഹകരണം ഇതൊക്കെയാണ് അവരുടെ ഭാഗത്തുനിന്ന്
സാധാരണ തീർച്ചയായിട്ടും എത്ര പേര് ആശുപത്രിയിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്? എത്ര പേര് ആശുപത്രിയിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്? ഹോസ്പിറ്റലില് ഇപ്പം ഏകദേശം 2-3 സ്ഥലങ്ങളിലായിട്ടാണ്. ഒരു സ്ഥലത്ത് 12 പേര്. ജഹറ എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം 10-70-80 കിലോമീറ്റർ ദൂരം വരുന്ന ഹോസ്പിറ്റൽ മുതൽ 50, 30, 40 കിലോമീറ്റർ വരുന്ന 3-4 വലിയ ഹോസ്പിറ്റലിലേക്കായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അപ്പൊ അവിടെയുള്ള കറക്റ്റ് എണ്ണം കിട്ടണമെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞെങ്കിൽ കിട്ടുള്ളൂ. ഒരു ജഹറ, പർവാനിയ, മുബാറക്കൽ കബീർ, അദാൻ ഹോസ്പിറ്റൽ. അദാനാണ് ഏറ്റവും ഇവിടെ അടുത്തുള്ള വലിയ ഹോസ്പിറ്റല്. അവിടെയൊക്കെ ആളുകളുണ്ട്. പക്ഷെ ചിലർക്ക് ചെറിയ പരിക്കുകളാണ്. ഒന്ന് മുകളിൽ നിന്ന് ചാടി വീണ് പരിക്ക് പറ്റിയ ആൾക്ക് അത് ബോൺ ഫ്രാക്ചർ എന്തോ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. നട്ടെല്ലിന്, അതുപോലെ ലിവറിന് ഒക്കെ തീപിടുത്തത്തിന്റെ ആഘാതം ഏറ്റവരുണ്ട്. പിന്നെ സ്മോക്കിലാണ് കൂടുതൽ. ഇപ്പൊ കൊറിഡോറിൽ നിന്ന് ഇപ്പൊ ലാസ്റ്റ് ബോഡിയൊക്കെ എടുത്തത് താഴെ നമ്മളെ സ്റ്റെപ്പിൽ കിടക്കുന്ന ബോഡികളാണ് ഇപ്പൊ ഇവിടുന്നത്. കാരണം ബോഡി കണ്ടു കഴിഞ്ഞാൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് നല്ല ക്ലീൻ ബോഡിയാണ്. ഈ സ്മോക്കിന്റെ മാത്രം എഫക്റ്റീവ് ഉണ്ടായിട്ടുള്ളൂ. പല ബോഡികളും അങ്ങനെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കത്തിക്കരിയാതെ രക്ഷപ്പെട്ട ബോഡികളുണ്ട്. പക്ഷെ അതില് അവരുടെ ഈ പുക ശ്വസിച്ചിട്ട് മരണപ്പെട്ടിട്ടുള്ളതാണ് കുറെ ആളുകൾ. ഈ കെട്ടിട ഉടമസ്ഥനും മലയാളി തന്നെയാണല്ലോ. അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുണ്ട്, അങ്ങനെയുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണോ? അങ്ങനെ മിനിസ്റ്ററുടെ ഒരു ഓർഡർ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. നീ വേണമെങ്കിൽ അത് ഞാൻ റീകൺഫേം ചെയ്യാം. വേണമെങ്കിൽ ജസ്റ്റ് ഈ പോലീസ് ഓഫീസറിന്റെ അടുത്തുണ്ട്. ഒരു ജസ്റ്റ് എ മിനിറ്റ്. അതായത് ഇത് പ്രധാനമായിട്ടും ഷോർട്ട് സർക്യൂട്ട്, ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കൂടിയാണോ അറസ്റ്റിലേക്കൊക്കെ കടക്കുന്നത്? മിനിസ്റ്റർ ഓർഡർ പ്രകാരം ഇതിന്റെ ബിൽഡിംഗ് ഓണറും മറ്റെല്ലാവരും അവർ പിടിച്ചിട്ടുണ്ട്. അവര് അണ്ടർ CID പോലീസ് കസ്റ്റഡിയിലാണ്. അത് ഈ സുരക്ഷാ മാനദണ്ഡമൊക്കെ ലംഘിച്ചായിട്ടാണ് പ്രവർത്തിച്ചത് കെട്ടിടം, അങ്ങനെ ഒരു കാര്യമാണോ ഉള്ളത്? അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് പോയത് എന്ന് തന്നെയാണോ കരുതപ്പെടുന്നത്? അത് നമ്മളത് പറയാന് സാധ്യമല്ല. കാരണം എന്താ, നമുക്ക് അങ്ങനെ പറഞ്ഞുകൂടല്ലോ. കാരണം ഇപ്പൊ 3 പേരാണ് റൂമിലുള്ളതെന്ന് പറഞ്ഞപ്പോ അധികം ഒന്നുമല്ല, 3 പേര് ഒരു റൂമിൽ. പക്ഷെ ഇത് ആളുകളുടെ തിങ്ങിയത് കൊണ്ടുണ്ടായ ഒരു സംഭവമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം 3 പേര് റൂമിൽ എന്ന് പറഞ്ഞാൽ അധികമൊന്നുമല്ല. ഒരു ഫ്ലാറ്റില് ഒരു റൂമിൽ 3 പേര്, ഒരു സാധാരണ കമ്പനികളൊക്കെ ഇവിടെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. നമ്മളൊരു ഇതൊരു നിർഭാഗ്യവശാൽ ഇങ്ങനെ കഠിന ചൂട്, പിന്നെ കുറച്ചുകൂടി ഗ്രൗണ്ട് ഓപ്പൺ ആവേണ്ടിയിരുന്നു, ക്ലോസ് ചെയ്യാൻ പാടില്ല. അത് വരും ദിവസങ്ങളിൽ അവര് ഫയർ ഡിപ്പാർട്ട്മെന്റും ഇവിടുത്തെ ക്രൈം ഡിപ്പാർട്ട്മെന്റും ഒക്കെ കണ്ടുപിടിച്ചിട്ട് പുറത്തു വരേണ്ട സംഗതികളാണ്. ഈ തീ പൂർണ്ണമായിട്ടും, അതായത് പരിപൂർണമായിട്ടും കെട്ടിടത്തിൽ തീ അണച്ചു കഴിഞ്ഞോ? ആ രക്ഷാപ്രവർത്തനം പരിപൂർണമാണോ? 100%, 100% തീ അണച്ചു കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. എല്ലാ ബോഡികളും ആൾമോസ്റ്റ് റിമൂവ് എല്ലാം കഴിഞ്ഞു. എല്ലാം ഇപ്പൊ ലാസ്റ്റ് ഇനിയിപ്പം ഒരു ഫൈനൽ ചെക്കപ്പ് നടത്തുന്നുണ്ട്. അപ്പം അത് ഇപ്പോഴും നമ്മളാരും കയറണ്ടെന്ന് പറയും. ഞാൻ ആ ബിൽഡിംഗിൽ തന്നെ താഴെ തന്നെ ഉണ്ട്. പോലീസ് ഓഫീസേഴ്സിന്റെ ഇടയിലാണുള്ളത്. ഞാനതാണ് അവരുമായിട്ട് സംസാരിച്ചത്. നിങ്ങൾ ചോദിച്ചപ്പോ ഡൗട്ട്. അതായത് നമുക്ക് കൃത്യമായിട്ട് ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇനി ആശുപത്രിയിൽ നിന്നായിരിക്കും വിവരങ്ങൾ വരിക. കൂടി കുറെയൊക്കെ പറ്റും അല്ലേ? അതെ, നമുക്ക് രാത്രിയോട് കൂടി അറിയാൻ പറ്റും. ഇവരുടെ അടുത്ത് തന്നെ ഈ ഓഫീസേഴ്സിന് നമുക്ക് എല്ലാ വിവരം തരുന്നുണ്ട് കേട്ടോ. ഞാൻ അറിയിക്കാം. സംസാരിക്കേണ്ടത് തീർച്ചയായും മനസ്സിലായി. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ പോലും നിന്നുകൊണ്ടാണ് ശ്രീ ഷറഫുദ്ദീൻ കുവൈറ്റിൽ നിന്ന് KMCCയുടെ മുൻ പ്രസിഡന്റാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട്